കോഴിക്കോട് വിജിൽ കൊലപാതകത്തിൽ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന ആരംഭിച്ചു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ സരോവരം തണ്ണീർത്തടത്തിൽ എത്തിച്ചിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. മിഥില, ഈ മൃതദേഹം കണ്ടെത്തുന്നതിൽ ഈ പ്രതികളുടെ മൊഴി നിർണായകമാണ്. അത് വിലയിരുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പ്രതികളെ സരോവരം തണ്ണീർത്തടത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് വിവരം. എങ്ങനെയാണ് പോലീസ് നീക്കങ്ങൾ, മിഥില? വിജിത്തെ, അരമണിക്കൂർ മുൻപാണ് പ്രതികളെ രണ്ടുപേരെ, അതായത് ഒന്നാം പ്രതി നിഖിൽ, ഒപ്പം തന്നെ മൂന്നാം പ്രതി ദീപേഷ് എന്നിവരെ ഈ സരോവരത്തെ എത്തിച്ചിട്ടുള്ളത്. അവിടെയാണ് ഈ പ്രതികളുടെ മൊഴി പ്രകാരം വിജിന്റെ മൃതദേഹം കുഴിച്ചിട്ടത്. ചതുപ്പ് നിലത്തിലാണ്. ചതുപ്പ് നിലത്തിൽ കല്ല് കെട്ടി താഴ്ത്തി എന്നതാണ് പ്രതികൾ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച 3 ദിവസം ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഈ ഒരു പരിശോധന പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്താനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി. 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് പ്രതികളെ വാങ്ങിയിട്ടുള്ളത്. അത് പ്രകാരമാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ഒരു പ്രതീക്ഷ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ ഒരു കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പരിശോധന മാത്രമല്ല, കടാവർ നായ്ക്കളെയും ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച 3 ദിവസം ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികളുടെ മൊഴി പ്രകാരമാണെങ്കിൽ ഇവിടെ സരോവരത്തെ ഒരു ചതുപ്പ് നിലത്തിൽ ഈ വിജിലിൻ്റെ മൃതദേഹം കല്ലുകെട്ടി കുഴിച്ചിട്ടു അല്ലെങ്കിൽ കല്ലുകെട്ടി താഴ്ത്തി എന്നതാണ് പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ അതിൽ ഒരു അസ്ഥി എടുത്ത് കടലിൽ ഒഴുക്കിയ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന സരോവരത്തെ ഈ ചതുപ്പ് നിലത്തിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 മാർച്ച് 24-നാണ് വിജിലിനെ ഇത്തരത്തിൽ കാണാതാവുകയും പിന്നീട് അമിതമായി മയക്കുമരുന്ന് കുത്തിവെച്ച് ഈ 3 പേരും ഒരുമിച്ചായിരുന്നു ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടെ അമിതമായി ഈ വിജിലിൻ്റെ ശരീരത്തിൽ ഒന്നാം പ്രതി നിഖിൽ മയക്കുമരുന്ന് കുത്തിവെക്കുന്നു. അങ്ങനെ ബോധം പോകുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞാണ് ഇവിടെ വന്ന് ഈ മൃതദേഹം അവർ കുഴിച്ചിട്ടത്. അങ്ങനെയാണ് ആ പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി. അത് പ്രകാരമാണ് ഇപ്പോൾ എലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.